ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. അന്നേ ദിവസം നമുക്ക് സ്കൂളുകളിലും മറ്റും നടത്തുന്ന ക്വിസ് വീഡിയോസിന് വേണ്ടി പഠിക്കാൻ പറ്റിയ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ഉത്തരം എന്താണ്? ജനുവരി 26. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26 എല്ലാവർക്കും അറിയാം. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? ഉത്തരം 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്. ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട്? ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട്? ഉത്തരം 2. ലിഖിതം, അലിഖിതം എന്നിങ്ങനെ 2 തരത്തിലാണ് ഭരണഘടന ഉള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? ഉത്തരം ഇതാണ്. 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസം എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം നോക്കൂ. ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയായി പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ഉത്തരം നോക്കൂ. നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം നോക്കൂ. അഹമ്മദ് സുകാർണോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റായിരുന്ന അഹമ്മദ് സുകാർണോ ആയിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. അടുത്ത ചോദ്യം ഇതാണ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഭരണഘടനയാണ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? ഉത്തരം അമേരിക്കൻ ഭരണഘടന. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അടുത്ത ചോദ്യം ഇതാണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷമേത്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷമേത്? ഉത്തരം ഇതാണ്. 1789. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?
ഉത്തരം ഇതാണ്. ജനക്ഷേമ രാഷ്ട്രം. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്താണ്? ഉത്തരം സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്ര. അടുത്ത ചോദ്യം ഇതാണ്. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം നോക്കൂ. രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത്. എവിടെയാണ്? രാഷ്ട്രപതി ഭവൻ. അടുത്ത ചോദ്യം ഇതാണ്. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം നോക്കൂ. വിജയ് ചൗക്ക്. വിജയ് ചൗക്കിൽ വെച്ചാണ് റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഉത്തരം ഇതാണ്. ഭാരതരത്നം. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. അടുത്ത ചോദ്യം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം നോക്കൂ. MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് MN റോയ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ്? ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ്? ഉത്തരം രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവാണ് രാഷ്ട്രപതി. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം നോക്കൂ. 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം നോക്കൂ. ഡോക്ടർ പൽപ്പു ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത്? രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? ഉത്തരം രാഷ്ട്രപതി ഭവനാണ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി എന്നത് രാഷ്ട്രപതി ഭവൻ. അടുത്ത ചോദ്യം. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം 30 രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എന്നത് 30 വയസ്സാണ്. അടുത്ത ചോദ്യം ഇതാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം നോക്കൂ. 6 വർഷം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് അതിൻ്റെ ആമുഖമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം നോക്കൂ. ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നതും ആമുഖമാണ്. അടുത്തത്. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? ഉത്തരം നോക്കൂ. അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ ആമുഖം കടക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം. എന്താണ്? ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം.
അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര്? ഉത്തരം ഇതാണ്, പ്രേം ബിഹാരി റേസാദ്. അടുത്ത ചോദ്യം. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരങ്ങളിൽ നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇതുപോലെ കൂടുതൽ ക്വിസ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.